ഇന്നൊരു ഡിന്നർ റെസിപ്പി ആയാലോ? ഡിന്നർ എന്ന് പറയാൻ പറ്റുമോ? വൈകിട്ടത്തെ ചായയും രാത്രിത്തെ ഫുഡും കൂടി ഒറ്റയായിട്ടാണ് കഴിക്കുന്നത്. അതും രാത്രി 7 മണിക്ക് മുന്നേ കഴിക്കുക. അപ്പോൾ ഇന്നത്തെ ഐറ്റം സാൻഡ്വിച്ച് ആണ്. ട്യൂണ സാൻഡ്വിച്ച് ആട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിലിൽ വെളുത്തുള്ളി ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലോട്ട് ക്യാൻഡ് ട്യൂണ പൊട്ടിച്ച് വെച്ചിട്ട് അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോവാം. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു സവാള കുനുകുന അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും മല്ലിയിലയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മയോണൈസും എല്ലാം ഇട്ടിട്ട് ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാമേ. ക്യാൻഡ് ട്യൂണ ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചൂരയൊക്കെ വാങ്ങിക്കുമ്പോൾ 2-3 പീസ് എടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് കൈ കൊണ്ട് ഉടച്ചെടുത്താൽ മതി കേട്ടോ. എന്തായാലും ഒരു നല്ല പരിപാടി തുടങ്ങാൻ പോവല്ലേ, ഒരു ഭദ്രദീപമൊക്കെ തെളിയിച്ചിട്ടാവാം. അപ്പൊ ഞാൻ ബ്രെഡെല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. നമ്മുടെ ഇഷ്ടികയുടെ പുറത്ത് സിമെന്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്ന പോലെ നമുക്ക് ബ്രെഡിന്റെ പുറത്ത് ഫില്ലിങ്ങും തേച്ച് പിടിപ്പിക്കാം. തലനപുറത്ത് ഒഴിവാക്കാനേ 2 പേർക്കും 2 സാൻഡ്വിച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ പുറത്ത് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി ഒരു ദോശത്തവയെല്ലാം നല്ലതായിട്ട് ചൂടാക്കിയിട്ട് 2 സൈഡും നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. വലത്തെ സൈഡിൽ ഞാൻ ബട്ടർ തേച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ആ സൈഡിലൂടെ ഞാൻ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു കാലത്ത് നന്നാവില്ലെന്ന് തോന്നുന്നു. ഈ അപ്പാർട്ട്മെന്റിൽ ആരുടെയോ വീട്ടിൽ നല്ല കോഫിയുടെ മണം വരുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ മണം വരുമ്പോൾ ഞാൻ ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ മണം അടിച്ചേരി കൊതി കൊണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം എനിക്ക് കോഫി കുടിക്കാൻ തോന്നുന്നത്. ഷുഗർ വേണ്ടെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നേ. എന്നാലും ഒരു കോഫി ആവാം അല്ലേ. അപ്പം നല്ല അടിപൊളി സാൻഡ്വിച്ചും ചൂട് കോഫിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.